എനിക്ക് ഈ നമ്മുടെ നാട്ടിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോടെല്ലാം ഭയങ്കര സ്നേഹമാണ്. പൊതുവേ അവർ ലക്ഷക്കണക്കിനുണ്ട്, 30 ലക്ഷത്തിലധികമുണ്ട്. അത്രയും അവരുടെ നമ്പറിന് ആനുപാതികമായ കുഴപ്പമൊന്നും അവർ കാണിക്കുന്നില്ല. 30 ലക്ഷം മനുഷ്യര് ഇവിടെ ജീവിച്ചിട്ടും വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു സമൂഹം. അവരൊക്കെ നന്നായിട്ട് പണം ഉണ്ടാക്കുകയാണ്. കാരണം ഇത്രയും കൂലി കിട്ടുന്ന വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ശരാശരി കൂലി 350 രൂപയായിരിക്കുമ്പോൾ കേരളത്തിലത് 1000 രൂപയാണ്. 1000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് വലിയ സന്തോഷം, നമ്മളോടൊക്കെ വലിയ സ്നേഹം. അവർ ജോലി ചെയ്യുകയാണ്. അവർ ജോലി ചെയ്ത് അവർ വീട്ടിലേക്ക് പണം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നോടൊരു ബംഗാളി സഹോദരൻ പറഞ്ഞു, പിതാവേ, കേരളം നല്ല നാടാണ്. ഒന്നാമത് നല്ല കാലാവസ്ഥയാണ്, വലിയ കുഴപ്പമില്ല. ഞങ്ങളുടെ അത്രയും ചൂടും തണുപ്പൊന്നും ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത് നല്ല മനുഷ്യരാണ്, സംസ്കാരമുള്ള മനുഷ്യരാണ്, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യരാണ്. പിന്നെ ഇവർ ഞങ്ങളെ ആക്രമിക്കത്തൊന്നുമില്ല. ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളോട് വലിയ ഇഷ്ടവുമാണ്. പിന്നെയും വിളിക്കും. ജോലി ഇല്ലേലും ഞങ്ങളെ വിളിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് വിളിക്കും. ഇഷ്ടമാണ് ഞങ്ങളോട്. നാലാമത് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ കേരളം മുഴുവൻ രാജാക്കന്മാരായതുകൊണ്ട് കൊട്ടാരം പണിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും കൊട്ടാരം പണിതുകൊണ്ടിരിക്കും. അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാം കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ കൊട്ടാരം പണിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊട്ട് പണിക്കും കുറവില്ല. അവർക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവര് ആദ്യകാലത്ത് വന്നപ്പം നമ്മുടെ മിടുമിടുക്കന്മാരായ കുരുട്ടുബുദ്ധിക്കാരായ മലയാളി കോൺട്രാക്ടർമാര് അവരെയും കൂടെ ശകലം പഠിപ്പിച്ചായിരുന്നു. എന്തിനാ? ഇവൻ രക്ഷപ്പെടരുത്, ഇവൻ ഇവിടെ തന്നെ കിടക്കണം, അവൻ നാട്ടിൽ പോകരുത്, അവൻ വെള്ളമടിച്ച് കീറിങ്ങി അവൻ ഇവിടെ തന്നെ കിടക്കണം, നമ്മൾ വിളിച്ചാൽ വരാനായിട്ട് ആള് വേണം. പക്ഷേ അവർക്കത് മനസ്സിലായി. അവരത് വളരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മാറി. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം പോലും വേണ്ട, അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി, അവർ തന്നെ കഴിച്ച് പരമാവധി പണം സമാഹരിച്ച് അവർ നാട്ടിലേക്ക് അയച്ചു പോവുകയാണ്. അവരുടെ താലന്തുകൾ അവർക്ക് അറിയാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ്. അവർക്ക് സമൃദ്ധിയുണ്ട്. പലരും അവരുടെ നാട്ടിൽ സ്ഥലം മേടിക്കുന്നുണ്ട്, നല്ല വീട് വെക്കുന്നുണ്ട്, പിന്നെ അവരുടെയൊക്കെ വിവാഹം നടക്കുന്നുണ്ട്. ആസാമിൽ നിന്നൊക്കെ നമ്മുടെ ഇവിടെ വരുന്ന പെൺകുട്ടികൾ, അവരൊക്കെ കുറെ വർഷങ്ങൾ ഇവിടെ ജോലി ചെയ്ത് പണവുമായിട്ട് അവർ നാട്ടിൽ പോയി അവരുടെ കല്യാണമൊക്കെ നടത്തി നല്ല സന്തോഷമായിട്ട് ജീവിക്കും. അവർ പിന്നെ വരുന്നു പോലുമില്ല പലരും. കാരണം അവരൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗിക്കുകയാണ്. അതേ സ്ഥലത്താണ് കേരളത്തിൽ 2.5 ലക്ഷത്തോളം പേര് തൊഴിലില്ലായ്മ വേതനം മേടിക്കുന്നത്. മലയാളികൾ 2.5 ലക്ഷത്തോളം പേര് ഗവൺമെന്റിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന നക്കാപ്പിച്ച 300 രൂപ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും താലന്തുകൾ വർദ്ധിപ്പിക്കാത്തത് പാപമാണ്. കിട്ടിയ സമയവും കഴിവുകളും വർദ്ധിപ്പിക്കാത്തത് പാപമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ വന്നാലേ നമ്മുടെ നാടും നമ്മുടെ കുടുംബവും നമ്മളും വളരത്തുള്ളൂ.